കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു കാഴ്ച ഒരുപക്ഷെ പാകിസ്ഥാനികൾക്ക് വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പാകിസ്ഥാൻ കരയുന്നതിന് നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നുമില്ല. പക്ഷെ എങ്കിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു നിപ്പ് കണ്ടാൽ ഈ പരിപാടിക്ക് പങ്കെടുക്കണോ എന്ന് പോലും ചിന്തിച്ചു പോയി എന്ന് തോന്നിപ്പോവും. കാരണം ഷാൻഹായ് ഉച്ചകോടിയിൽ മോദിയും ഷീ ജിൻപിങ്ങും പുടിനുമൊക്കെ കളിച്ചിരികൾ തമാശകൾ പറഞ്ഞ് വട്ടം കൂടി നിന്ന് ചർച്ച നടത്തുകയും സംസാരിക്കുകയും കെട്ടിപ്പിടിക്കുകയും കൈകൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്നിനും പറ്റാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു മൂലയിൽ ഇങ്ങനെ അടിച്ചിട്ടതുപോലെ നിൽക്കുകയാണ്. പാകിസ്ഥാൻ ഇത് അർഹിക്കുന്നതല്ലേ? ഒരു രാഷ്ട്രം പൊതുവെ ഇൻ്റർനാഷണൽ ബന്ധങ്ങളിൽ അവരുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് സ്ഥാപിച്ചെടുക്കുന്നത് അവർ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള കാലം മുതൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എന്നും എക്കാലത്തും ആദരവ് നേടാൻ കഴിഞ്ഞിരുന്നു. മുൻപ് നമ്മളതിന് സ്വീകരിച്ചിരുന്ന നയത്തിൻ്റെ പേരാണ് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്നത്, ചേരിചേരാ നയം. അത് ആ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ശീതസമരത്തിൻ്റെ കാലമാണ്. അതിന് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞതിൻ്റെ ബൈപ്പോളാർ വേൾഡായിരുന്നു. അതായത് അമേരിക്കൻ ശാക്തിയച്ചേരിയും സോവിയറ്റ് റഷ്യയുടെ ശാക്തിയച്ചേരിയും ബലാബലം നോക്കുന്നതിനിടക്ക് പല തെറ്റുകളും രണ്ട് ചേരികളും നടത്തുന്നുണ്ടാകും. നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ച് അതിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊപ്പം നിൽക്കുകയും ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എതിർക്കുകയും ചെയ്തിരുന്നു. എന്നുവെച്ചാൽ ഈ രണ്ട് ചേരികളും, അതായത് ശീതയുദ്ധകാലം അല്ലെങ്കിൽ ശീതസമരകാലം എന്ന് പറയുന്നത് തെറ്റ് ഏത് ചേരിയുടെ ഭാഗത്തുനിന്നാണ് വരുന്നത് അതിനെ മുഖം നോക്കാതെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കാത്തു സൂക്ഷിച്ചത്. ആ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അന്താരാഷ്ട്ര സമൂഹം ബഹുമതി നൽകിയത്. കൊള്ളാം, നിങ്ങളെടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. കാരണം നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ്. അതേപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടിയുള്ള നിലപാടാണ് ഇന്ത്യയുടെ. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിമാരോ അല്ലെങ്കിൽ ഇന്ത്യ അയക്കുന്ന അംബാസഡർമാരോ മറ്റ് രാഷ്ട്രങ്ങളിൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ അംഗീകാരം കിട്ടും എന്നുള്ളതാണ്. ആ അംഗീകാരം അവരുണ്ടാക്കിയെടുക്കുന്ന അംഗീകാരമാണ്. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുക. പാകിസ്ഥാൻ എങ്ങനെയാണ് അന്തസ്സുണ്ടാവുന്നത്? ഒരു തരത്തിലും അന്തസ്സുള്ളൊരു പ്രവർത്തനമല്ല അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പല പ്രവിശ്യകളും അവരെ ഭീകരവാദികളെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കേന്ദ്രങ്ങളാക്കി ട്രെയിനിങ് സെൻറ്ററുകളാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കും. എന്നിട്ട് അവർക്ക് സൗകര്യമുള്ള സമയത്ത് അവർ അതിർത്തികളിൽ നിന്ന് ഈ ഭ്രാന്തന്മാരെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ പറഞ്ഞയച്ച ഒരു കൂട്ടം ആളുകൾ വന്നാണ് പഹൽഗാമിൽ വലിയ തരത്തിൽ അക്രമം നടത്തി നമ്മുടെ നിരവധി ആളുകളെ വധിച്ചത്. ഇത് നമ്മൾ ഈ ഉച്ചകോടിയിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ അവതരിപ്പിക്കുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും നമുക്കൊപ്പമാണ് നിൽക്കുന്നത്. കാരണം നമ്മളാണ് ശരി, അവരാ കാര്യത്തിൽ തീർച്ചയായിട്ടും തെറ്റായിരുന്നു. അതുകൊണ്ട് ഈ തെറ്റ് ചുമന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ എല്ലാവിധമായിട്ടുള്ള മനോവിഷമത്തിൻ്റെയും അതേപോലെ തന്നെ ഗ്ലാനിയുടെയും പ്രകടനം നമുക്ക് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് കാണാമായിരുന്നു. അദ്ദേഹത്തിന് മറ്റവർക്കൊപ്പം ഓടിക്കളിച്ച് നടക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. രണ്ടും വേറെ കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാഷ്ട്രമാണ് എന്ന ഒരു പൊസിഷനും പുതിയ കാലത്തുണ്ടായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്ന കാലത്ത് പാകിസ്ഥാനല്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ. ഇപ്പോഴത്തെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു ചുണ്ണി പാകിസ്ഥാൻ. അതിനൊരിക്കലും അമേരിക്കക്കൊപ്പം ചൈനക്കൊപ്പമോ അതേപോലെ ഇന്ത്യക്കൊപ്പമോ റഷ്യക്കൊപ്പമോ നിൽക്കാനായിട്ടുള്ള കെൽപ്പില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് വ്യക്തമാക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ചൈനയുടെ പ്രധാനമന്ത്രി റഷ്യയുടെ പുടിൻ ഇവരെ കൂടി സംസാരിക്കുകയും അതേപോലെ തന്നെ കളി ചിരിയുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം കൂടാൻ അദ്ദേഹത്തിന് പറ്റാതെ പോകും. ഇനി അങ്ങനെ പറ്റണമെങ്കിൽ പറ്റും, ചില ആളുകൾക്ക് പറ്റും. ആർക്കാണ്? രാഷ്ട്രത്തേക്കാൾ വലിയ പ്രധാനമന്ത്രികൾ ആകുന്ന സമയത്ത് ചില ആളുകൾ എങ്ങനെയാണ് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഉയർന്നു നിൽക്കും. ആ വ്യക്തിപ്രഭാവം ആർക്കില്ല? പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളീ കാണുന്ന തരത്തിൽ വളരെ ദൈന്യത ഉള്ള ഒരവസ്ഥയിൽ പാകിസ്ഥാൻ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റുകയുമില്ല. കാരണം എന്താണ്? പ്രതിഷേധിക്കാനായിട്ടുള്ളൊരു പൊസിഷൻ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. കാരണം ചൈന എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞതിനിടയിൽ അവരുടെ വ്യാപാര വ്യവസായ സാങ്കേതിക സഹായത്തിലെ ഒരു കക്ഷിയാണ്. അതാണ് പ്രധാനപ്പെട്ട സുഹൃത്ത് എന്ന നിലയ്ക്ക് നമുക്ക് അതിനെടുക്കാൻ പറ്റില്ല. കാരണം ചൈന മിക്കവാറും എല്ലാ കാര്യങ്ങളും
വ്യാപാര അടിസ്ഥാനത്തിൽ മാത്രം കാണുന്ന രാഷ്ട്രമായിട്ട് മാറി. പഴയ ചൈന അല്ല ഈ പുതിയ ചൈന. അപ്പോൾ അതുകൊണ്ട് ചൈനയിൽ നിന്ന് അവർ പാകിസ്ഥാനിലെ തുറമുഖത്തേക്ക് ഒരു സാമ്പത്തിക ഇടനാഴി തുറന്നിട്ടുണ്ട്. അത് പാകിസ്ഥാനും ചൈനയ്ക്കും വളരെയധികം ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ചൈനയോട് അവർ എന്തെങ്കിലും തരത്തിലുള്ള വിമുഖത കാണിച്ചാൽ, അനിഷ്ടം പ്രകടമാക്കിയാൽ അതിൻ്റെ കൂടി നഷ്ടം ആർക്കുണ്ടാകും? പാകിസ്ഥാനുണ്ടാകും. അങ്ങനെ പാകിസ്ഥാൻ ചൈനയോടും അമേരിക്കയോടും ഒക്കെ വളരെ വിനയാധീനമായിട്ട് നിൽക്കുകയാണ്. വളരെ വിധേയത്വമാണ് കാണിക്കുന്നത്. ആ വിധേയത്വം ഇല്ല എങ്കിൽ അവർക്ക് പട്ടിണി കൂടാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പം നിലവിലുണ്ട്. പക്ഷേ മാഷെ, ഇവിടെയാണ് മറ്റൊരു ചോദ്യം വരുന്നത്. ഇന്ത്യയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞ് ചൈന വരുന്നു. അപ്പോൾ ഇന്ത്യ പറയുന്നു ഞങ്ങൾക്ക് സൗഹൃദവും വിശ്വാസവും ഉണ്ടാവണം. പിന്നെ മത്സര മനോഭാവത്തിനപ്പുറം ഒരു സൗഹൃദവും വിശ്വാസവുമാണ് രാജ്യങ്ങൾക്കിടയിൽ വേണ്ടതെന്ന് കൃത്യമായി ഇന്ത്യ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു സംഘർഷം, ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി കൊടുത്തപ്പോൾ ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ വന്നത്. അതിനെതിരെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷമായി നമ്മൾ ചൈനയ്ക്ക് മറുപടി നൽകി. പക്ഷേ ചൈന പറഞ്ഞു ഞങ്ങൾ ഭീകരവാദത്തെ വളർത്താൻ സഹായിക്കുന്ന ഒരു രാജ്യമല്ല, ഭീകരവാദത്തെ പിന്താങ്ങുന്നുമില്ല എന്ന് ചൈന നിലപാട് അറിയിച്ചു. അത് കൃത്യമായ നിലപാടാണോ ഒന്നും അറിയില്ല. അങ്ങനെ ഇനിയും ഒരു പ്രശ്നം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടായാൽ ഈ നടപടി ചൈന തുടരില്ലേ? അല്ല, ചൈനയുടെ പ്രശ്നം എന്ന് പറയുന്നത് പാകിസ്ഥാനോ ഇന്ത്യയോ എന്നുള്ളതല്ല, അവരുടെ വ്യാപാരത്തിനാണ് അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആയുധങ്ങൾ വിൽപ്പന നടക്കും. പാകിസ്ഥാനും എടുത്തു, ഇന്ത്യക്ക് വേണം നിങ്ങൾക്കും തരാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് അവരെടുക്കുന്നത്. അതുപോലെ തന്നെ ഭീകരവാദത്തെ ഒരു കാരണവശാൽ അവർ അംഗീകരിക്കുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് അവർ പ്രഖ്യാപനം നടത്തി. നമ്മൾ നേരത്തെ നമുക്ക് അവരെടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അവർ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സഹായിക്കും, നമുക്കെതിരാണ് അവർ എന്ന നിലപാടാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. നമ്മളും അവരും തമ്മിൽ പുതിയ വ്യാപാര സൗഹൃദം ആരംഭിക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ചില ബന്ധങ്ങളുണ്ടാക്കും. ആ ബന്ധങ്ങൾ കരാറിലേക്ക് വേണ്ടി വരാം. അങ്ങനെ കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ ചൈന രണ്ടുപേരുടെയും ഒപ്പം നിൽക്കാത്തതായിട്ടുള്ള സമയം എടുക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നേട്ടമാണ്. കാരണം ഒരു നയതന്ത്ര നേട്ടം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശത്രുവിനെ സഹായിക്കുന്ന കരുത്തനായിട്ടുള്ള ഒരു സൈനിക ശക്തി മാറി നിൽക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ സഹായിക്കാൻ അല്ലാത്ത അവസ്ഥ എന്നുവെച്ചാൽ പാകിസ്ഥാനെ സഹായിക്കില്ല എന്ന നിലപാടിലേക്ക് അവർ വേണമെങ്കിൽ വന്നേക്കാം. വരുത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുകൂടി മുന്നിൽ വെച്ചിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടതും അതുപോലെ കരാറിൽ ഏർപ്പെടുകയും ചെയ്യും. കരാറുണ്ടാക്കണം. ആ കരാറുണ്ടാക്കുമ്പോൾ ഈ പറയുന്ന ധന്യ മുന്നോട്ട് വെച്ച ആ വിഷയം ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അത് കൃത്യമായിട്ട് അവതരിപ്പിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാവുന്ന രീതിയിൽ നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് ഈ ഉച്ചകോടിയുടെ തുടർ വിജയമായിട്ട് കണക്കാക്കാം.